ഇത് നമുക്ക് എന്താ വില? ഇതിന് ഞാൻ ചോദിക്കുന്നത് 3.25. 3.25 കൊടുക്കാം. അടിപൊളി. ഒരു സ്വിഫ്റ്റിന്റെ വില പോലും ആയില്ല. സ്വിഫ്റ്റിന്റെ വില ആയിട്ടില്ല. 3.25. നല്ല വൃത്തിയുള്ള വണ്ടി. നല്ല വൃത്തി. 22 വണ്ടിക്കാണ് 5.10 ചോദിക്കുന്നത് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. നെഗോഷ്യബിൾ ആവോ? നെഗോഷ്യബിൾ ആണ്. അടിപൊളി. നല്ല അടിപൊളി സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. നല്ല ക്ലീൻ പീസ് വണ്ടി. അതെ. അപ്പൊ എന്തായാലും ഇതിന് ഞാൻ ചോദിക്കുന്നത് 2.90. 2.90. ഓക്കെ. നെഗോഷ്യബിൾ ആവോ? ഓ നെഗോഷ്യബിൾ. 5.70. പുതിയ ഇൻഷൂർ, പുതിയ ബ്രേക്ക്, ബുക്കും പേപ്പറൊക്കെ ഫുള്ള്. ഡീസലാ? ഡീസൽ. 4.45 രൂപ. അടിപൊളി. 4.45 അല്ലേ? 15-16 ന്യൂ ഷേപ്പ് വണ്ടി. ന്യൂ ഷേപ്പ് വണ്ടി. മോശമൊന്നുമില്ല. അത് നിങ്ങൾ നോക്കിക്കോ. അത്യാവശ്യം നല്ല കിടിലൻ പ്രൈസ് അല്ലേ? സാധാരണയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വില കുറച്ച് തരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അതായത് ക്വാളിറ്റി എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യൂസർ പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാക്സിമം ക്വാളിറ്റി ഉള്ള വണ്ടി എടുത്തോളാം. അത് അങ്ങനെ എടുക്കുന്ന സ്ഥലങ്ങളിൽ കുറച്ച് വിലക്കുറവും കൂടി ഉണ്ടെങ്കിൽ സംഭവം അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാർട്ടുണ്ടിയിലാണ്. കാർട്ടുണ്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോങ്ങത്താണ്. അതായത് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിലാണ് മോങ്ങം എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. ഹൈവേ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് വലിയ വണ്ടികൾ, ടാക്സികളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയ വണ്ടികളും വലിയ വണ്ടികളും എല്ലാം, ടാക്സിയും പ്രൈവറ്റും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു 10ാമത്തെ വാർഷികമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മാക്സിമം ഓഫർ പ്രൈസിലാണ് ഇപ്പോൾ വണ്ടികളൊക്കെ തരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. നല്ല കുറച്ച് വണ്ടികൾ കാണിച്ചു തരാം. ടാക്സി വേണ്ടവർക്ക് ടാക്സി എടുക്കാം, അതുപോലെ തന്നെ പ്രൈവറ്റ് വേണ്ടവർക്ക് പ്രൈവറ്റ് എടുക്കാം. മാക്സിമം വില കുറച്ച് നല്ല വണ്ടികളെ തരുള്ളൂ, അത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്തായാലും നമ്മുടെ കാർട്ടുണ്ടിയിൽ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ എപ്പോഴും കാണിക്കാറുള്ള പോലെ തന്നെ കുറച്ച് ടാക്സി വണ്ടികളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് വലിയ വണ്ടികളും ചെറു വണ്ടികളും എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റും. വില കുറച്ചിട്ടാ കൊടുക്കുന്നത്. എന്താ ക്വാളിറ്റി ഒക്കെ ഒരു അവസ്ഥ? ക്വാളിറ്റി ഫുൾ ക്വാളിറ്റിയാണ്. കമ്പനി പക്കാ സർവീസ്. അതല്ലേ? സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ളാ. എടുത്തിട്ട് പോകുന്ന ആളും കുറ്റം പറയില്ല, ഒരാളും കുറ്റം പറയില്ല. അതാണ്. അപ്പൊ ആദ്യത്തെ വണ്ടി നല്ല അടിപൊളി 2019 വണ്ടിയാണ്. 19. പിന്നെ ഒരു കാര്യം എടുക്കാം, ഞാൻ ഇന്ത്യയിലൊന്നും കാണിക്കില്ല, നിങ്ങളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. 19 മോഡല് 2019 ലാസ്റ്റ്. 11ാം മാസം വണ്ടി. ശരി. കിലോമീറ്ററോ? കിലോമീറ്റർ 1.55. VDI അല്ലേ? VDI ടൂർ. VDI ടൂർ ആണ്. അതായത് നല്ല വണ്ടി, നല്ല ക്ലീൻ ആണ്. ഒന്നുമില്ല. ഒക്കെ എടുത്ത് കറക്റ്റ് ആക്കിട്ട് വന്നാൽ മതി. ശരി. ഇതിപ്പോ നമുക്ക് എന്താ റേറ്റ് വരുന്നത്? ഞാൻ ഇതിന് 8.75 ചോദിക്കുന്നത്. 8,75,000 രൂപ. അത് നെഗോഷ്യബിൾ ആവോ? നെഗോഷ്യബിൾ ആണ്. ഡീസലും ആണ്. അതെ. പൈസ മാക്സിമം കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 2022 CNG ആണ്. 22 CNG അല്ലേ? CNG. അടിപൊളി. നല്ല മൈലേജ് ഉണ്ടാവും. നല്ല മൈലേജാ. 20 മേലെ എന്തായാലും കിട്ടും. ഈസി ആയിട്ട് കിട്ടും. ഇത് നീല കളറാണ്, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. ബ്ലൂ കളറാണ്. 2022 ആണ്. 22 അല്ലേ? സിംഗിൾ ഓണർ വണ്ടികളൊക്കെ. ഇതും സിംഗിൾ ഓണറാ? ഇതും സിംഗിൾ ഓണറാ. കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് 1.30. 1.30. ഓക്കെ. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്. നല്ല ക്ലീൻ പീസ്. പിന്നെ പെട്രോൾ ആണ്. പെട്രോൾ CNG. അതെ. കംപ്ലൈന്റ് കുറവായിരിക്കും. എന്താ വില? ഇതിന് ഞാൻ ചോദിക്കണത് 8.90. 8.90. 22 വണ്ടി. CNG ഒക്കെ വണ്ടി. അതുപോലെ തന്നെ ഇത് 2020 കറക്റ്റാ. ഡീസൽ അല്ലേ? EX ആയിരിക്കും. പിന്നെ 5 വരിക. 5 അല്ലേ വരിക? അല്ല, EX വരുന്നത്. പിന്നെ അത് വേരിയന്റ് ഡീസലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ്. സർവീസ് ഒക്കെയാണ്. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 1.67. ഏകദേശം ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഹിസ്റ്ററി ഇല്ലാതെ 67 വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാ. അപ്പൊ എന്തായാലും കറക്റ്റാണ്. ആർക്കും നോക്കിക്കോ. ഇത് നമുക്ക് എന്താ വില? ഇതിന് ഞാൻ ചോദിക്കുന്നത് 7.80. 7.80. അടിപൊളി. 7.80 കൊടുക്കാം അല്ലേ? ആലോചിക്കണം, ഈ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. ഇത് വേണേ നമുക്ക് ടാക്സി ആക്കുകയും ചെയ്യാം. പ്രൈവറ്റ് ആക്കുകയും ചെയ്യാം. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാ. സിംഗിൾ ഓണർ അല്ലേ? 7.80 അല്ലേ? 7.80. കൊള്ളാട്ടോ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ കിടക്കുന്നതാണെങ്കിലോ? അത് 2019 ലാസ്റ്റ് വണ്ടിയാ. 19 ലാസ്റ്റ്. പ്രൈവറ്റ് വണ്ടി. അതെ അല്ലേ? പ്രൈവറ്റ് ആണ്. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1.20. സെക്കൻഡ് ഓണർ കറക്റ്റ് സർവീസ്. അതെ അല്ലേ? എർട്ടിക. അത് VDI ആണോ? VDI 1.20. പിന്നെ അപകടം അല്ല, ഒരു അപാകതയില്ല, ഒന്നുമില്ല. വിലയോ? വില ഇത് 8.90. 8.90 കൊടുക്കാം. 2019. ഓക്കെ. 19. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയി കൊടുക്കൂലേ? നെഗോഷ്യബിളാ. ടാക്സി ഒന്നുകൂടി ഇത് 2019 അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. 1.70 ഓട്ടം. 1.70. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതാണ്. വിലയോ? വില ഞാൻ പറഞ്ഞേ 8.75. 8,70,000 രൂപ. ആലോചിക്കണം. 1, 2, പിന്നെ 3, 4 വണ്ടി ആയിട്ടോ ഇപ്പൊ തന്നെ. 4 വണ്ടി. അതുപോലെ തന്നെ ഈ ക്രെറ്റ ആണെങ്കിലോ? ഇത് ക്രെറ്റ 2018-19 വണ്ടി. 18 മോഡൽ 19 രജിസ്ട്രേഷൻ. XS ഫുൾ ഓപ്ഷൻ വണ്ടി. SX അല്ലേ? അന്നത്തെ ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ.
നല്ല അടിപൊളി ലുക്ക് ആട്ടോ. വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓ ക്ലീൻ പീസ്, സിംഗിൾ ഓണർ. ഡീസൽ അല്ലേ? ഡീസൽ. ഓക്കെ, എന്താ വില വരുന്നത് നമുക്ക്? ഇതിന് ഞാൻ ചോദിക്കുന്നത് 880. 880. 19 വണ്ടി അല്ലേ? 19. ഓക്കെ, അതും 19 SX മോഡലാണ്. 880 നെഗോഷ്യബിൾ അല്ലേ? ഓ നെഗോഷ്യബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് 2018 അല്ലേ? നല്ല വണ്ടി, ക്വാളിറ്റി. കിലോമീറ്ററോ? കിലോമീറ്റർ 120. ഡീസലാ? അല്ല, പെട്രോൾ. 2018. ഓക്കെ, 120 ഓടിയിട്ടുള്ളത്. എന്തെങ്കിലും ഉണ്ടോ അപാകതകളൊന്നുമില്ല? ഒന്നുമില്ല അല്ലേ? കറക്റ്റ് സർവീസ് ആയതുകൊണ്ട് അങ്ങനെ വെച്ച്. അതെ, നല്ല വൃത്തിയുണ്ടല്ലേ വണ്ടി? നല്ല വൃത്തിയില്ല, ഡാലേ വീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വില നമുക്ക്? ഇതിന് ഞാൻ ചോദിക്കുന്നത് 4,00,000 രൂപ. 4,50,000 രൂപ. മോശമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ഇവിടെ വന്നിരിക്കാനും കണ്ടാൽ മാക്സിമം അതിന്റെ എന്ത് ഡീറ്റെയിൽസ് തരും അല്ലേ? നമ്മുടെ ആൾക്കാർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഓ സ്പെഷ്യൽ അല്ലേ? അടുത്തത് എത്തിയോസാണ്. മോഡല് റിഡ്സ് 2014. 14 ഡീസലാ? ഡീസൽ. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? 3ാമത്തെ ഓണർഷിപ്പ്. ഞാൻ ചോദിക്കുന്നത് 3 രൂപ. 3 ലക്ഷം രൂപ. 2014 14 മോഡൽ വണ്ടി. 14 മോഡൽ വണ്ടിയാണ്, അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നുമില്ലല്ലോ അല്ലല്ല, വീഡിയോ വണ്ടി. ശരി, ഇതാണെങ്കിലോ? ഇത് 2018. 18 അല്ലേ? ഇതിന് ഞാൻ ചോദിക്കുന്നത് 610. 2018 മോഡൽ ഒറിജിനൽ കേരള? ഒറിജിനൽ കേരളമാണ്. 610 നെഗോഷ്യബിൾ ആവൂലേ? നെഗോഷ്യബിൾ ആണ്, കേരള വണ്ടിയാണ്. ശരി, അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2014. 14 ഈ വണ്ടി കേട്ടോ. കിലോമീറ്ററോ? കിലോമീറ്റർ 2ന്റെ താഴെ. ഇതിന് 390. 3,90,000 രൂപ. 2015. 15 അല്ലേ? സ്വിഫ്റ്റിന്റെ വില അല്ല. അതെ, അത്രേ ഉള്ളൂ. 15 വണ്ടിക്കൊക്കെ നമുക്ക് മാക്സിമം വില കിട്ടും, മാക്സിമം ലോണും കയറും. മാക്സിമം ലോണും കയറും. ഇനി ഓർഡർ ഉണ്ട്. ഇതാണെങ്കിലോ? ഇത് 2016. 18 ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. ഇതിന് 610. 610 2018 വണ്ടി കൊടുക്കാം. ഇതൊക്കെ കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 160. ജെനുവിനാണോ? ജെനുവിനാണ്. അപ്പൊ അതൊന്നുമില്ല. നീറ്റ് വണ്ടി, വളരെ നീറ്റ് വണ്ടി. പിന്നെ ഈ ഇത് ന്യൂ ഷേപ്പ് നമ്മൾ ആക്കുന്നതാണ്. അത് അപാകതയായിട്ട് കൂട്ടാൻ പറ്റും. നമ്മുടെ വീഡിയോ കണ്ടുവരുന്നത് നിങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ? ഓക്കെ, അപ്പൊ നല്ല നോക്കിക്കോളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വൃത്തിയുള്ള കുറെ വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇനി കുറച്ചും കൂടി ഉണ്ട്, കൂടി കാണിച്ചു തരാം. അവർക്ക് അത്യാവശ്യം ചെറുവണ്ടികൾ വേണ്ടവർക്ക് ചെറുവണ്ടി കൊടുക്കാം. 2018 സലോറിയ ഓട്ടോമാറ്റിക്. 18 ഓട്ടോമാറ്റിക് ആണ്. VXi അല്ലേ? VXi. ഓക്കെ, ഇത് കിലോമീറ്ററോ? 86,000. സിംഗിൾ ഓണർ വണ്ടി. ഒരുവിധം നമ്മുടെ ഒക്കെ സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ. നല്ല വൃത്തിയുണ്ട് വണ്ടി, കാണാൻ മോശമൊന്നുമില്ല. പിന്നെ അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒരു അപാകതയില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ല. ഓക്കെ, ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് ഞാൻ ലാസ്റ്റ് 4 രൂപ കൊടുക്കാം. 4 ലക്ഷം രൂപ. 18 ഓട്ടോമാറ്റിക് ആണ് ആലോചിക്കണം അല്ലേ? എന്തെങ്കിലും നെഗോഷ്യബിൾ ആവും? ചെറിയ നെഗോഷ്യബിൾ. അതുപോലെ തന്നെ ഈ അൾട്ടോ ആണെങ്കിലോ? ഇത് 2019 ആണ്. 19. കിലോമീറ്ററോ? കിലോമീറ്റർ 72,000. 2ാമത്തെ ഓണർഷിപ്പ്. നട്ടുപുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ABS എയർ ബാഗ് ഒക്കെ വരുന്ന ടൈപ്പാണ്. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 72 അല്ലേ? ജെനുവിനാണല്ലോ? ജെനുവിനാണ്. നല്ല വൃത്തിയുള്ള വണ്ടി. എന്താ വില വരുന്നത്? ഇതിന് ഞാൻ ചോദിക്കുന്നത് 290. 290. ഓക്കെ, നെഗോഷ്യബിൾ ആവുമോ? നെഗോഷ്യബിൾ. നിങ്ങൾ വന്നിട്ട് വണ്ടിയുടെ ക്വാളിറ്റി കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്തായി ചെക്ക് ചെയ്ത് എടുത്തോളാം. ഇത് ഡീസലാ? ഇത് ഡീസൽ 2013 സ്വിഫ്റ്റ്. 13 ഡീസൽ അല്ലേ? VDI ആയിരിക്കും അല്ലേ? VDI. കിലോമീറ്ററോ? കിലോമീറ്റർ 138. 138. ജെനുവിനാണല്ലോ? ജെനുവിനാണ്. ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കറക്റ്റ് ആണ്. അതെ. മെയിൻ ക്ലാസ്സോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. പഴയ മെയിൻ ക്ലാസ്. 13 തന്നെ. 13 ആണെങ്കിലും നല്ല വൃത്തി, നല്ല വൃത്തിക്കാരൻ. ഇത് നമുക്ക് എന്താ വില? ഇതിന് ഞാൻ ചോദിക്കണത് 3,50,000. 3,50,000. എന്തെങ്കിലും കുറയോ? ചെറിയ നെഗോഷ്യബിൾ. അതാണ് നിങ്ങൾ വന്നാ മതി. വണ്ടികളൊക്കെ മാക്സിമം വില കുറച്ച് തരും. അതുപോലെ തന്നെ ഇവിടെ ഇരട്ടിക ഉണ്ടല്ലോ, ഇതോ? അത് 2016 വണ്ടിയാണ്. 16. ഇതിന് ഞാൻ ചോദിക്കുന്നത് 5,70. പുതിയ ഇൻഷൂർ, പുതിയ ബ്രേക്ക്, ബുക്കും പേപ്പറൊക്കെ ഫുള്ള്. ഡീസൽ. കിലോമീറ്ററോ? കിലോമീറ്റർ ഇതിൽ കണക്കിന് 1,79,000. ഓക്കെ, അത് ടാക്സി ടാക്സിയിൽ കറക്റ്റ് നമ്മൾ ഈ വേറെ ഇത് നമ്മൾ എടുത്തില്ല. എത്രയാണ് വരുന്നത് അതാണ്. മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി എടുത്തിട്ട് വരാം. വണ്ടി പക്കയല്ലേ? പക്ക ക്വാളിറ്റി. അതേപോലെ തന്നെ സെയിം സാധനം ഓർമ്മ. ഇതാണെങ്കിലോ? ഇത് 2015-16 പെട്രോൾ വണ്ടി. 15-16. ഇത് നമുക്ക് സ്വിഫ്റ്റിന്റെ വിലക്കാ കൊടുക്കും. കിലോമീറ്റർ 128. അത്ര ഓടിയുള്ളൂ അല്ലേ? ഓക്കെ, മോശമൊന്നുമില്ല. പെട്രോൾ നല്ല വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ഒരനക്കല്ല, സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇത് ഞാൻ ലാസ്റ്റ് 4,45 രൂപ. അടിപൊളി. 4,45 അല്ലേ? 15-16 ന്യൂ ഷേപ്പ് വണ്ടി. മോശമൊന്നുമില്ല. അത് നിങ്ങൾ നോക്കിക്കോ. അത്യാവശ്യം നല്ല കിടിലൻ പ്രൈസ് അല്ലേ? നല്ല വണ്ടിയാണ്. ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? സ്വിഫ്റ്റ് നമുക്ക് 2017 VXi വണ്ടി. 17 VXi. 17 അല്ലേ? കൊള്ളാം. 83,000 ഓട്ടോ ഓടിയ നല്ല പുത്തൻ ടയറുണ്ട്. 2ാമത്തെ ഓണർഷിപ്പ്. 83 ഓടിയുള്ളൂ. 2ാമത് ഓണർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. എന്താ വില? 4,60.
460. ആ 17 മോഡലിലുണ്ട് അതേ അല്ലേ? മോഡൽ ഓൾമോസ്റ്റ് ഒരു 40 രൂപ ലോണും ഓ കയറും കയറും അല്ലേ? അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രെറ്റ കിടക്കുന്നുണ്ട് KL7CK. ആ ഇത് ഏതാ മോഡല്? ഇത് 2017 ഓട്ടോമാറ്റിക് വണ്ടി 17 ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി അടിപൊളി, നല്ല അടിപൊളി വണ്ടിയാണ്, നല്ല ലുക്കുള്ള നല്ല സാധനമാണ്. ലുക്കിൽ വണ്ടി. ആ ഇത് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല രണ്ടാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.55. ആ ജെനുവിൻ കിലോമീറ്റർ അല്ലേ? കിലോമീറ്റർ. ഡീസലിലെ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്, നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. എന്തൊക്കെ വില? ഇതിന് ഞാൻ 8.45. 8.75 അല്ലേ? അതെ, നെഗോഷ്യബിൾ ആവോ? നെഗോഷ്യബിളാ. അടിപൊളി, അതും മാക്സിമം ലോൺ മാക്സിമം ലോൺ. ഇനി ബ്രസ ആണെങ്കിലോ? ബ്രിസ നടത്തിയില്ലെങ്കിൽ അടിപൊളി വണ്ടിയാണ്, ന്യൂ ഷേപ്പ് ആണ്. അതെ. ആ ഇത് കിലോമീറ്ററോ? ഇത് 75,000. മോഡലോ? 2018 അല്ലേ? ZDI 18 ZDI ആണ്. ZDI. അതായത് അലോയ് വീൽസ് വരും, പക്ഷെ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. ഇത് ഗ്രില്ലൊക്കെ ഒന്ന് മാറി പുതിയ മോഡൽ ആക്കിയ പമ്പ്. അതെ 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 അതെ. അത് കമ്പനിയിൽ ഹിസ്റ്ററിയിലുണ്ട്. അതെ അല്ലേ? അത് കമ്പനി തന്നെ ആക്കിയാണ്, തട്ടിട്ടാക്കിയല്ല. അതെ അതെ അതെ. മേജർ ഇടിയൊന്നുമില്ല? ഒന്നുമില്ല. ഓക്കെ, വിലയോ? വില ഇതിന് ഞാൻ 7.20. 7.20. 18 വണ്ടി അല്ലേ? 18 വണ്ടി. ZDI. അതെ, നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് കൊടുക്കും. നിങ്ങൾ ഇവിടെ വന്നാ മതി അല്ലേ? വന്നാ മതി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് 2015 മോഡൽ ഡീസൽ ഓപ്ഷൻ വണ്ടി, ഡീസൽ ആസ്റ്റ ഡീസൽ ആണ് അല്ലേ? മോശമൊന്നുമില്ല, നല്ല ബ്ലാക്ക് അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കിലോമീറ്ററോ? കിലോമീറ്റർ ഇത് 1ന്റെ താഴെ 98. അത്ര ഓടിയിട്ടുള്ളൂ? 15 വണ്ടിയോ? 15 വണ്ടി. അടിപൊളി. ഡീസൽ അല്ലേ? ഡീസൽ. ഓക്കെ, എന്താ വില? ഇതിന് 4.80. 4.80. 4,80,000 രൂപ. അതും എന്തെങ്കിലും നമുക്ക് നെഗോഷ്യബിൾ ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. സിംഗിൾ ഓണറാ? ഓ ഇല്ല, ഓണർഷിപ്പ് 3,000 ഉണ്ട്. ഓക്കെ, അത് നമുക്ക് എന്തെങ്കിലും അല്ല അതുള്ളതിന്റെ ഒരു മൈനസ് പോയിന്റ് എന്ന് പറയാൻ. വില എത്ര പറഞ്ഞേ? ഇതിന് 4.80 അല്ലേ? ആലോചിക്കണം, ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ലിവർ എടുക്കണ്ടല്ലോ. ലിവാണ്, ഒറിജിനൽ കേരള വണ്ടിയാണ്. മോഡൽ ഏതൊക്കെ? ഇത് 2016. നമ്മൾ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കണം. ഫുൾ ക്ലിയർ ആണ്, ഫുൾ അയച്ചു കൊടുക്കണം, നമ്മൾ കാണിക്കുന്നില്ലല്ലോ. ആവശ്യക്കാർ പറഞ്ഞാൽ മതി. അതാണ്. 16 അല്ലേ? 16 ഒറിജിനൽ കേരള വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 88. ഡീസൽ പെട്രോളോ? ഡീസൽ 88 ഓടിയുള്ളൂ. 88. അടിപൊളി. ഇത് നമുക്ക് എന്താ വില? ഇതിന് വില 5.10. 5.10 അല്ലേ? 5,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 16 ഒറിജിനൽ കേരള വണ്ടി വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ ഡസ്റ്റർ ആണെങ്കിലോ? ഡസ്റ്റർ 85 ആട്ടോ. 85 ക്ലീൻ പീസ് വണ്ടി. ഓണർഷിപ്പ് 1.30 ഓട്ടം. 1.30 ഓട്ടം. 85. മോഡലോ? മോഡൽ 2015. 14-15. ഓക്കെ, 14 മോഡൽ 15 രജിസ്ട്രേഷൻ 85 PS ഡസ്റ്റർ ആണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. വണ്ടി. ഇത് നമുക്ക് എന്താ വില? ഇതിന് ഞാൻ ചോദിക്കുന്നത് 3.45. 3.45 കൊടുക്കാം. അടിപൊളി. ഒരു സ്വിഫ്റ്റിന്റെ വില പോലും ആയിട്ടില്ല. 3.45. നല്ല വൃത്തിയുള്ള വണ്ടി, നല്ല വൃത്തിയില്ല. ചെക്ക് ചെയ്തെടുത്തോട്ടെ? എവിടെ വേണം ചെക്ക് ചെയ്തോ. അതാണ്, ഒന്നുമില്ല. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2022 ആണ്. 22. ഓക്കെ, ഇത് ZXi പ്ലസ് ഇല്ല, ZXi. അതായത് 62,000 ഓട്ടം. 2 ടയർ പുത്തൻ ടയർ അല്ലേ? 62,000 ഓട്ടം. എന്തെങ്കിലും സിംഗിൾ ഓണർ ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാ. ചെക്ക് ചെയ്തോട്ടെ. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ചോദിക്കുന്നത് 5.10. 5.10. അത് നെഗോഷ്യബിൾ ആവോ? ഓ നെഗോഷ്യബിൾ. അതൊക്കെ 22 വണ്ടിക്കാണ് 5.10 ചോദിക്കുന്നത് അല്ലേ? മോശമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ, കംപ്ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ? ഇത് നമുക്ക് 2011-12 ഡിസയർ ആട്ടോ. 11 മോഡൽ 12 രജിസ്ട്രേഷൻ ഡിസയർ. സിംഗിൾ ഓണർ. അടിപൊളി. സിംഗിൾ ഓണർ. 11-12 വണ്ടി സിംഗിൾ ഓണർ. അടിപൊളി. 1.27 ഓട്ടം. അല്ല, ഇത് VXI അല്ല പറഞ്ഞത്? അല്ല, ഡീസൽ. VDI. 1.27 ഓട്ടം. അല്ല, VDI അല്ലേ? VDI. കൊള്ളാം. അതായത് ഇത്രയും പഴയ വണ്ടിയൊക്കെ സിംഗിൾ ഓണർ കിട്ടൂല. എന്താ വില? ഇതിന് ഞാൻ ചോദിക്കണേ 2.70. 2.70. നെഗോഷ്യബിൾ ആവോ? നെഗോഷ്യബിൾ ആണ്. അടിപൊളി. നല്ല അടിപൊളി സീറ്റോർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്, നല്ല ക്ലീൻ പീസ് വണ്ടി. അതെ. അപ്പൊ എന്തായാലും ഒരു എപ്പിസോഡിൽ ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ ഇത്രയും വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ടാക്സി ഉണ്ട്, അതുപോലെ തന്നെ വില കുറഞ്ഞിട്ടുണ്ട്, കൂടി തരുന്ന എല്ലാ ടൈപ്പും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് മാക്സിമം കുറച്ച് കൊടുക്കും. അങ്ങനെയല്ല നമുക്ക് ഉള്ളത്. അതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാർട്ടൂണിൽ ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുറെ അധികം ടാക്സി വണ്ടികളുണ്ട്, പിന്നെ പ്രൈവറ്റ് വണ്ടികളുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? പിന്നെ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ ഈ പറഞ്ഞ വിലയൊന്നും നിങ്ങൾ നോക്കണ്ട, ഇവിടെ വരിക, വന്നിട്ട് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഡിസ്കൗണ്ട്. അതായത് മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, ഫ്ലഡ്, ഇതൊക്കെ ഗ്യാരണ്ടി. അതാണ്. ഇഷ്ടം എടുത്ത് വന്നാൽ മതി, എല്ലാം വന്നാൽ നമ്മളെല്ലാം നമ്പർ കാണിച്ചിട്ടുണ്ടല്ലോ, എല്ലാവർക്കും നമ്പർ ഉണ്ട്. ശരി, അപ്പൊ ഈ ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ആണ്. നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വലിയൊരു അവസരം വേണ്ട. അടുത്തൊരു കിടിലം വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും